തുടരുക ഇപ്പോൾ ഡോക്ടർ TPS കൂടി രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ TPS, ഇപ്പോൾ വലിയ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയൊക്കെ ഇതിന് പരിഹാരം കാണാമെന്ന് പറയുന്നു. എന്നിരുന്നാൽ കൂടിയും ധർമ്മേന്ദ്ര പ്രധാനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റിൽ ഇത് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറയുമ്പോഴും പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അടിച്ചമർത്തുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? പ്രധാനമന്ത്രി വളരെ ടാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ എടുക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള മിനിസ്ട്രി പറഞ്ഞാൽ മതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ന്യായമാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിഷൻ, ആക്റ്റീവായിട്ടുള്ള ഓപ്പോസിഷൻ അറിയാം, അദ്ദേഹം ഇതിനൊരു എൻക്വയറി കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒഫീഷ്യൽ പ്രൊസീജിയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറും. അത് മതിയായിരുന്നു ഇത്രയും വലിയ പ്രക്ഷോഭം നടന്നില്ലായിരുന്നെങ്കിൽ. ഇപ്പോ ന്യൂഡൽഹിയില് ജന്തർ മന്ദിറില് നടക്കുന്ന വലിയ പ്രക്ഷോഭം, ഇതില് ഇടപെട്ടിട്ടുള്ള ബാക്കി ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നവര്, ഭരണപക്ഷത്ത് മാത്രമല്ലല്ലോ, എല്ലാ തുറകളിലുമുള്ള ജനങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു. അതില് വളരെ വ്യക്തമായിട്ട് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികള് ഇതിനകത്ത് ഇടപെട്ടു. അവരിൽ ചിലത് കാലുമാറി. അത് ഇത്രയും കാലം NEP മോശമാണെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാര് ഇതിനകത്ത് നിന്ന് കാലുമാറി NEPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതിന്റെ കുറ്റം എന്ന് പറയുന്നത് നീറ്റ് എക്സാം നടന്നിട്ട് ഇപ്പൊ 80 ദിവസം കഴിഞ്ഞു. ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ നോക്കിയാൽ ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഇതൊക്കെ അറിയുന്ന പ്രതിപക്ഷത്തിന് അവരെയൊക്കെ ഈ എൻക്വയറിയുടെ ഭാഗമായിട്ട് പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾക്ക് ഉത്തരം കൃത്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ആ പറഞ്ഞത് എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഉണ്ടാക്കാന്നാണ്. അങ്ങനെ ഒരു കോർട്ട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഗവൺമെന്റിന് നേരിട്ട് ചെയ്യാവുന്നതാണ്. അത് പാർലമെന്റിൽ വെച്ച് പാസ്സാക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അർത്ഥം പാർലമെന്റ് നോർമൽ ഗതിയിൽ വന്നാൽ ഞങ്ങൾ ചെയ്യാം എന്നാണ്. പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവിന്റെ തോതില് താഴ്ന്നിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സമയം കണ്ടെത്തുന്ന സമയത്ത് എന്തുകൊണ്ട് പാർലമെന്റിൽ ഇതിനെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് വളരെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയത്ത് അതിൽ നിന്ന് ഒഴിവാവുന്നത് എന്തിന് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ പാർലമെന്റ് നടക്കാത്ത സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. കാരണം ജനങ്ങളുടെ കാശാണ്, ഇഷ്ടംപോലെ ബില്ലുകൾ പാസ്സാക്കാനുണ്ട്, കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഫാസ്റ്റ് ട്രാക്ക് ആരംഭിക്കാം എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് പാർലമെന്റ് നിയമം ആക്കാൻ സാധിക്കുന്ന തരത്തിലൊരു മീറ്റിംഗ് നടക്കാൻ സാധിക്കുന്ന സമയത്ത് ഈ വിഷയം അവിടെ പറയുമോ, അത് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമോ എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നതിൽ ഒരു തെറ്റില്ല. ഇപ്പൊ പുതിയ ബില്ലുകൾ പാസ്സാക്കേണ്ട സമയം, പുതിയ നിയമങ്ങൾ വരേണ്ട സമയം, ഈ സർക്കാരിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട സമയം, എന്തിനാണ് നമ്മൾ ഇങ്ങനെ കളയുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. അപ്പൊ പ്രധാനമന്ത്രി കൃത്യമായിട്ടും ഇതിലൊരു സ്റ്റാൻഡ് എടുക്കുകയും ജനങ്ങളോട് പറയുന്ന കാര്യം പാർലമെന്റിൽ പറയുമ്പോൾ മാത്രമേ അത് ആധികാരികമാവുകയും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ഉള്ളൂ. അതല്ലെങ്കിൽ വെറും പൊളിറ്റിക്കൽ സ്പീച്ചായിട്ട് മാറും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലെ സുതാര്യത, ജനങ്ങളുടെ ഭാവി, തൊഴിലില്ലായ്മ, സർക്കാരിന്റെ ഉത്തരവാദിത്തം, വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഇന്ന് 1 കോടി കുട്ടികളാണ് ഗ്രാജുവേഷൻ പാസ്സാവുന്നത്. ഇതിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന അനാർക്കി എന്ന് പറയുന്നത് ഈ കുട്ടികളെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. ഈ ജന്തർ മന്ദിറിൽ ഇപ്പൊ നടന്നിട്ടുള്ള പാർലമെന്റ് മാർച്ചിലോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വീട്ടിലെ മുമ്പിലോ നടക്കുന്ന പ്രൊട്ടസ്റ്റില് നമ്മൾ കാണേണ്ടത് ഈ ഒരു ചെറിയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. ആലോചിച്ച് നോക്കുക, ഈ ഗ്രാജുവേറ്റ് പാസ്സാവുന്ന കുട്ടികൾക്ക് നാളെ ജോലി കിട്ടില്ലെങ്കിൽ ഈ ഒരു പരീക്ഷയുടെ കാര്യം മാത്രമല്ല നമ്മൾ കാണേണ്ടത്, വലിയ പ്രശ്നങ്ങളാണ്. പാർലമെന്റിന്റെ ഒരു സ്പെഷ്യൽ കമ്മിറ്റി, അല്ലെങ്കിൽ പാർലമെന്റ് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന, അല്ലെങ്കിൽ ഓപ്പോസിഷനുമായിട്ട് കൈകോർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാവിയുടെ വലിയ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാതെ ഈ നീറ്റ് എക്സാം നടത്തിയിട്ടുള്ള 2 സിവിൽ സർവീസ് IAS പുറത്താക്കുകയോ ആ കമ്പനിക്കെതിരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ജനങ്ങള് വ്യക്തമായ മറുപടി കൊടുക്കാൻ പാർലമെന്റ് തയ്യാറാവണം. അത് പ്രൈം മിനിസ്റ്റർ പുറത്തു പറയുന്നതല്ല, പാർലമെന്റിനകത്ത് പറയണം. അത് പറയുന്ന പ്രതിപക്ഷം പൂർണ്ണമായിട്ടും ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് പറയുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന് ഡോക്ടർ TPS, ഈ 45 ദിവസം പിന്നിടുന്ന ഒരു സമരം, അതുമാത്രമല്ല വിദ്യാർത്ഥികളോടൊരു സൗമനസ്യത്തോടെ സംസാരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും അദ്ദേഹം
പറഞ്ഞതാണ്, രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം മുഴുവൻ തകർന്നു. 7.5 കോടി വിദ്യാർത്ഥികളെയാണിത് ബാധിച്ചത്. അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടെ 152 തവണയാണ് ചോദ്യപേപ്പർ ചോർന്നത്. 20 വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. കാരണം അവരെല്ലാ പ്രതീക്ഷയും ഭാവിയും എല്ലാം നോക്കി ഉറക്കമൊഴിഞ്ഞ് പരീക്ഷ കഴിയുമ്പോഴാണ് ഈ പരീക്ഷ റദ്ദാക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദം, അതായത് കുട്ടികൾ കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്. അപ്പോൾ ഒരു സംഘം മുഴുവനായി ഒരു രാജ്യത്തെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി മാപ്പ് പറയണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതോടൊപ്പം തന്നെ ഈ തല്ലിച്ചതച്ച വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി അവരെ തല്ലിച്ചതച്ചവർക്കെതിരെയുള്ള നടപടി എടുക്കണം. അതുമാത്രമല്ല, ഈ ജനപ്രതിനിധികൾ സമരം ചെയ്തപ്പോൾ അവരെ നേരിട്ടൊരു രീതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേരിട്ട രീതി, പ്രിയങ്ക ഗാന്ധി പുരുഷ പോലീസിനെയൊക്കെ ഉപയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവമർഹിക്കുന്ന ഒന്നല്ലേ? വലിയ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് കോക്രോച്ച് പാർട്ടിയാണോ, സ്റ്റുഡൻസ് ആണോ, അവർ പാറ്റകളാണോ, അല്ലെങ്കിൽ വാംചു ആണോ, ആരൊക്കെ ആയിക്കോട്ടെ, ഇതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടത് പ്രതിഷേധക്കാരെ കേൾക്കുന്നതിന് പകരം പോലീസ് ശക്തി ഉപയോഗിച്ച് അവരെ ഈ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു താക്കീത് കൊടുക്കുന്നത് പോലെയല്ലേ, ഈ സൂചനകളല്ലേ നമുക്ക് നൽകുന്നത്? ജനാധിപത്യത്തിൽ സമാധാനപരമായ പ്രതിഷേധം ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. പക്ഷെ അതിലും ചില ഗുണ്ടകളോ അല്ലെങ്കിൽ നിരുത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്ന പലരും ചിലപ്പോ ഇതിനെ പ്രക്ഷോഭത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇതിന് ആഹ്വാനം ചെയ്തവർക്ക് പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രതിപക്ഷ ഐക്യത്തോടു കൂടി എല്ലാവരും ചേർന്ന് ഗവൺമെന്റിനെ ഈ ഒരു കാര്യത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും പരീക്ഷാ ചോർച്ചകൾ, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, ഇത് കൂടാതെ അതുകൊണ്ടുണ്ടാവുന്ന മാനസികമായ സംഘർഷം കൊണ്ടുണ്ടാകും. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ആലോചിച്ച് നോക്കുക, എത്രയോ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മഷ്റൂം പോലെ കോച്ചിങ് സെന്ററുകൾ, എത്ര കുടുംബങ്ങളുടെയാണ്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എത്രയോ കരിയർ കൗൺസിലിംഗിന്റെ പ്രശ്നങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ കോച്ചിങ് സെന്ററിന്റെ ട്രാപ്പിൽ ഇവർ പെട്ടുപോകുന്നത്? ആ ട്രാപ്പിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം? ഇത് ഈ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഈ പ്രതിഷേധത്തിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ എഴുതിയവരോ അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളോ മാത്രമല്ല. ഇത് കുട്ടികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരമാണ്. പ്രതിഷേധത്തെ മാത്രം അടിച്ചമർത്തിയത് കൊണ്ട് തീരില്ല. കാരണം ഉള്ളിൽ പൊരിയുന്ന കുറെ തീയ് എല്ലാവർക്കും ഉണ്ട്. ഇവരുടെ ഭാവിയെക്കുറിച്ച് ഉത്തരവാദിത്തപരമായി സർക്കാർ ചിന്തിക്കേണ്ട സമയമായി. അത് പോയി കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും സമുന്നതരായിട്ടുള്ള നാഷണൽ ലെവലിലുള്ള പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പോലെയുള്ളവരെ, കെ സി വേണുഗോപാലും ഒക്കെ സമരത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ പോലീസ് കൈകാര്യം ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്, ഇവരൊക്കെ മെമ്പർ ഓഫ് പാർലമെന്റും വളരെ സീനിയർ ആയിട്ടുള്ള ഓപ്പോസിഷൻ ലീഡർഷിപ്പിലുള്ളവരാണ്. അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധാ പോലീസിന് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ് കാണുന്നത്. ഇത് ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നതിന് തീരെ യോജിച്ച തരത്തിലല്ല പെരുമാറുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് മാറണം, ഇത് മാറ്റിയേ തീരൂ. ഈ ഒരു സമരം അതിനുള്ള സമരമായിട്ട് മാറിയാലും കുഴപ്പമില്ല. നീറ്റ് എക്സാമിന്റെ സമരമല്ല ഞാൻ കാണുന്നത്. പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം തീരെ ഇല്ലാത്ത ഒരു ഭരണപക്ഷത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ഏത് തരത്തിലായാലും, നമ്മളൊക്കെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് വാജ്പേയിക്ക് കൊടുത്തിട്ടുള്ള ഒരു റെസ്പെക്ട് ഈ ഗവൺമെന്റ് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ പോലും വാജ്പേയി തിരിച്ചതുപോലെയും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാവശ്യം പോലും രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് മോദി എന്ന വാക്ക് വരാറില്ല. ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കുന്ന, റെസ്പെക്റ്റോടു കൂടി മാത്രം സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം തീരെ ഇല്ലാത്ത ഗവൺമെന്റിന്റെ കാര്യം ആയി ഇതിനെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളൊരു ഉദാഹരണമായിട്ട് ഇത് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനെ. യെസ്, അങ്ങ് പറഞ്ഞത് ഒരു കാര്യം കൂടി, അതായത് ഈ പറഞ്ഞതുപോലെ മോദിജി എന്ന് മാത്രമാണ് അദ്ദേഹം സംബോധന ചെയ്യുക രാഹുൽ ഗാന്ധി പാർലമെന്റിലൊക്കെ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇതിനകത്ത് ഇപ്പോൾ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ് ഒരു കുട്ടി. ആ ഒരു സമരം ചെയ്തത് ജനാധിപത്യപരമായ ഒരു സമരമല്ലേ ചെയ്തത്? നമുക്കറിയാം, ഇവർ ഒന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിയില്ല,
യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ല. ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് നേരിടുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SFIയുടെ ഒക്കെ സമരം നടക്കുമ്പോൾ ബാരിക്കേഡ് ചാടിക്കിടക്കുകയും വാഹനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സമാധാനപരമായി തികച്ചും അവർ നിർദ്ദേശിച്ചിട്ടുള്ള ജന്തർ മന്ദറിൽ സമരത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ സ്ഥലത്ത് വളരെ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്ക് നേർക്കാണ് ഇത്തരത്തിലുള്ള ഈ ഗ്രനേഡ് പ്രയോഗം പോലും നടത്തിയിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതുമാത്രമല്ല ഈ ആ കുട്ടിയുടെ പേരുവിവരം വെളിപ്പെടുത്താൻ പോലും ആശുപത്രി അധികൃതരോട് മറച്ചു വെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു സാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഫാസിസ്റ്റ് നടപടിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രതീകാത്മകമായി സമാധാനപരമായി നമ്മളിപ്പോ വിളിക്കുന്ന കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റ ഗ്രൂപ്പുകൾ സമരം നടത്തുന്നത് വളരെ ശ്ലാഘനീയമാണ്. അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളും വളരെ നല്ല കാര്യങ്ങളാണ്. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവർ പ്രതീക്ഷിച്ചതിലധികം ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിനകത്ത് നടന്നിട്ടുള്ള ചെറിയൊരു ചോർച്ച, ഒരു 20%, 10%-ഓളം മറ്റ് ആൾക്കാർ ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട്, പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട്, പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ചില സെലിബ്രിറ്റികളും ചിലപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഇത്തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏത് സമരത്തിലും എപ്പോഴും കാണും. നമ്മൾ കല്ലെടുത്തെറിയുന്നവരെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഒരു പക്ഷത്തെ മാത്രം ആലോചിക്കുമ്പോൾ കാണേണ്ടത് ഈ ഒരു സമരത്തെ വ്യത്യസ്തമായ തോതിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളിൽ നുണഞ്ഞു കയറുന്ന ചിലരൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഡൽഹി പോലെയുള്ള സ്ഥലത്ത് സാധാരണ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും അതിനെ വയലന്റ് ആക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ളവർ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. എനിക്കറിയുന്ന പലരും ഹൈദരാബാദിൽ നിന്ന് പോയിട്ടുണ്ട്. അവരൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളിൽ പോലും ഇടപെടാത്ത ആളാണ് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. അവർക്ക് ഒരു സാധാരണ കൂടെയുള്ള ജനങ്ങൾക്ക് പോലും ഒരു കൺസേൺ ഇല്ലാത്തവര്. ആ ഒരു 10% പോയിട്ടുള്ളത് ചിലപ്പോൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടിക്കോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രതിപക്ഷത്തിന്റെയോ ഈ സമരത്തിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ഗൗരവത്തെയോ നമ്മൾ കുറച്ച് കാണരുത്. അല്ലെങ്കിൽ അത്തരം ന്യൂസുകൾ കൊടുത്തിട്ട് അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന, ഇന്ന് സോഷ്യൽ മീഡിയയിലാണ്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത്തരം ന്യൂസുകൾ കുറച്ചും കൂടി ലാഘവത്തോടു കൂടി കണ്ട്, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടിട്ട് വേണം ഇതിനെ പോപ്പുലറൈസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്ന പല പുഴുക്കുത്തുകളും അതിനിടയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കാനും കൂടി ഞാൻ ശ്രമിക്കുകയാണ്. പലരുടെയും ജീവൻ അപകടത്തിലായിട്ടുണ്ട്, പലരും വല്ലാണ്ട് സഹിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അടിക്കുന്ന കാണുന്ന സമയത്ത് എനിക്കൊന്നും എന്റെ മക്കളെ ഞാൻ അങ്ങനെ അയക്കില്ലല്ലോ, എന്തിനാണ് ഈ പിള്ളേർ അവിടെ പോകുന്നത് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. പക്ഷെ ആ ഒരു കൺസേൺ ഉള്ളവരുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 7 പ്രാവശ്യം 8 പ്രാവശ്യം നീറ്റ് എഴുതിയിട്ട് മാനസികമായിട്ട് തകർന്നിട്ടുള്ളവർ. അതിനേക്കാളും തകർച്ചയിലാണ് ഇവരെ അടിക്കുന്ന സമയത്ത് പോലീസിന്റെ വേദന കൊണ്ട്. മാനസികമായിട്ടുള്ള വേദന മാത്രമല്ല, ഇപ്പം ശാരീരികമായിട്ട് പോലീസിന്റെ അടികൊണ്ട്. ഡൽഹി പോലീസിന് തീരെ കരുണയില്ല. കാരണം അവിടെയുള്ള ആൾക്കാരൊന്നും ഡൽഹിക്കാരോ നാളെ കാണാൻ പറ്റുന്നവരോ അല്ല. അതിൽ പോലീസിനേക്കാളും കൂടുതൽ മഫ്റ്റിയിലുള്ള യൂണിഫോം ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ടാൽ അവരെ കാണാൻ സാധിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അവരുടെ നെയിം പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ടുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് ഇത് ഗവൺമെന്റ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നത്. കാരണം യൂണിഫോം ഇല്ല, നെയിം ടാഗ് ഇല്ല, അവരുടെ റാങ്ക് നമുക്കറിയില്ല. ആരെയാണ് ഇതിനകത്ത് ഇറക്കിയിരിക്കുന്നത്? അതിൽ ഗുണ്ടകളാണോ അല്ല കൃത്യമായിട്ട് പോലീസിന്റെ ഐഡന്റിറ്റി ഉള്ളവരാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഡൽഹിയിലുള്ള കലാപമായി മാറിയിരിക്കുന്നു. ഇത് ലോകത്തിൽ നടക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇതൊരു സമരം, വലിയ സമരമായിട്ട് മാറും. അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആരാണ് ശ്രമിക്കുന്നതെന്ന് അറിയില്ല, പലരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മാറുമോ എന്നുള്ള ഭയം സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് ഉണ്ടാവുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം കൂടി TPS, അതായത് ഇതിപ്പോൾ ഈ കലാരംഗത്തുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇടുകയും അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നവരെ സൈബർ ആക്രമണം നടത്തുന്നൊരു പ്രവണത. അതുമാത്രമല്ല, വിചിത്രമായൊരു സമരം നമ്മൾ കണ്ടു. KPCC ഓഫീസിന് മുന്നിലൊക്കെ ഇത്തരത്തിൽ BJPയുടെ ഒരു സമരം ഇതിനെതിരെ. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇരിങ്ങാലക്കുടിയായിരുന്നു. ഞാൻ ടോവിനോവിന്റെ തൊട്ടടുത്തായിരുന്നു താമസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എനിക്ക് അറിയാം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണടച്ചിരിക്കുന്ന ജനങ്ങള് ഇതിനെയൊക്കെ എവിടെയൊക്കെ താറടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ താറടിക്കാം.
ഇനി ഈ ഒരു ന്യൂസ് ഇട്ടത് കൊണ്ട് നമുക്ക് അതിന് താഴെ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ന്യൂസ് ലൈവായിട്ട് പോകുമ്പോൾ താഴെ വരാൻ പറ്റുന്ന കമന്റുകൾ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും. അതിൽ പെയ്ഡ് ആയിട്ടുള്ള കുറെ പേരുണ്ടാവും, ഇതിന് മാത്രം സന്നദ്ധരായിട്ടുള്ള കുറെ പേരുണ്ടാവും. എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരവരുടെ പങ്ക് അവരവർ തോന്നുന്ന തരത്തിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ നമുക്ക് കാണേണ്ടത് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പലരും സൈലന്റ് ആയിരിക്കുന്നത് ഇത്തരം ഈ നെഗറ്റീവ് കമന്റ്സിനെ ഭയപ്പെട്ടിട്ടാണ്. ആ ഭയമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നുന്നവര് അത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെ വിഷമത്തിലാവും. കാരണം പലരും ഭയപ്പെട്ടിട്ട് മാറി നിൽക്കുന്നുണ്ടെന്നും. അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ തീരെ സാധിക്കില്ല. നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരെ അവരെ മീഡിയയുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഒന്നും ഒരിക്കലും ജയ്ഹിന്ദ് ടി വി വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുകയും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അത്തരത്തിൽ കുറേ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരവരുടെ സോഷ്യൽ മീഡിയ ആയാലും മെയിൻ സ്ട്രീം മീഡിയ ആയാലും അതിനകത്ത് പ്രതികരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന് ഉദാഹരണമായിട്ടാണ് നമ്മളിപ്പം ഈ വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ പോകുന്നതും അവരവരുടെ സമയം ചെലവഴിച്ചിട്ടും ധനം ചെലവഴിച്ചിട്ടും ഒക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ ചെറിയ പോപ്പുലാരിറ്റിക്ക് വേണ്ടി പോകുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും. പക്ഷെ വളരെ സൗമന്യസത്തോടു കൂടി പോകണമെന്ന് ആഗ്രഹമുള്ള, താല്പര്യമുള്ള, സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ യൂത്ത് എന്ന് പറയുന്നതാണ് ഭാരതത്തിന്റെ പവറെങ്കിൽ ആ യൂത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഭാരതത്തിന്റെ പൊതുവെയുള്ള ഒരു വികാരമായിട്ട് മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ TPS ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. മേഘയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മേഘ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളോടാണ് വിയോജിപ്പ്. ധർമ്മേന്ദ്ര പ്രധാനെ പരാമർശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമരം തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിലടക്കം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനാത്മകമായിട്ടുള്ളത്.